വാർത്തകളുടെ അകവും പുറവും പരിശോധിക്കുന്ന, അരികും ആഴവും പരിശോധിക്കുന്ന ന്യൂസ് ലാബിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയും അതിൻ്റെ വിശദാംശങ്ങളും, ആ വാർത്ത എങ്ങനെ ഉത്ഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ന്യൂസ് ലാബ് കൈകാര്യം ചെയ്യുന്നത്. എനിക്കൊപ്പമുള്ളത് ന്യൂസ് എഡിറ്റർ പ്രേംലാൽ പ്രബുദ്ധനാണ്. പ്രേംലാലിൻ്റെ പ്രത്യേകത, ഈ വാർത്തയ്ക്ക് ആധാരമായ ജില്ലയിൽ നിന്നുള്ള ആൾ എന്നുകൂടിയാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന വാർത്ത എന്ന് പറയുന്നത്, ജി സുധാകരൻ, CPM-ൻ്റെ മുതിർന്ന നേതാവായിരുന്ന, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, പലതവണ മന്ത്രിയായിരുന്ന, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന, അങ്ങനെ CPM-ൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന SFI സംഘടനാ പാരമ്പര്യമുള്ള, യുവജന സംഘടനാ പാരമ്പര്യമുള്ള ഒരു നേതാവ് ഇന്നിട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ പ്രചരിച്ച വാർത്തകളെക്കുറിച്ചുമാണ് എനിക്ക് പ്രധാനമായിട്ടും ഇന്ന് ഈ ന്യൂസ് ലാബിൽ പരിശോധിക്കേണ്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ന്യൂസ് 18 പുറത്തെടുക്കൊരു കാർഡ്, CPM അംഗത്വം പുതുക്കില്ല, പാർട്ടി നേതൃത്വമായി കൂടുതലകുന്ന ജി സുധാകരൻ, സീറ്റില്ലെന്ന ME ഗോവിന്ദൻ്റെ പ്രസ്താവന സുധാകരനെ പ്രകോപിപ്പിച്ചു എന്നൊരു കാർഡാണ് ന്യൂസ് 18 വരുന്നത്. ശരണ്യ സ്നേഹജൻ കൊടുത്ത വാർത്തയാണ്. ആയിരിക്കാം. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് 18 നൽകിയിരുന്നൊരു വാർത്തയുണ്ട്. അത് ഓർമ്മ ഉണ്ടാവുമല്ലോ, അതെന്താണ്? അതൊന്ന് ഓർത്ത് പറയാൻ പറ്റും? അത് പറയുന്നതിന് ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ട് അതിലേക്ക് കിടക്കാം. ശരണ്യ സ്നേഹജൻ ഒരു കേവലം ഒരു റിപ്പോർട്ടർ മാത്രമല്ല, അടിയുറച്ച ഒരു പാർട്ടി കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാൾ കൂടിയാണ്. അവരുടെ പിതാവ് ഇപ്പോഴും സജീവ പാർട്ടി പ്രവർത്തനം. അപ്പോൾ പാർട്ടിയെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണയും പാർട്ടിയിൽ നേരവും അല്ലാതെയുള്ള സകല നെറ്റ്വർക്കിലും സോഴ്സും ഉണ്ടാകും. അപ്പോൾ അത് വെച്ച് കൊടുക്കുന്നൊരു വാർത്ത എന്ന നിലയിൽ അതിൻ്റെ ആധികാരികത കുറച്ചുകൂടി വരികയാണ്. അപ്പം അങ്ങനെയുള്ളൊരു വാർത്തയിൽ അവർ കൊടുത്തിരുന്ന വാർത്ത, ആലപ്പുഴയിൽ CPM വലിയ പരാജയ ഭീതി നേരിടുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് എന്താണ് മാർഗം? അപ്പോൾ ഉള്ള തുറുപ്പ് ചീട്ടാണ് തോമസ് ഐസക്, ജി സുധാകരൻ. കാരണം തോമസ് ഐസക്കും ജി സുധാകരനും എന്ന് പറയുന്നത് അവിടുത്തെ CPM-ൻ്റെ 2 മുഖങ്ങൾ എന്നതിനപ്പുറം അവർ വലിയ ജനകീയ പിന്തുണയുള്ള 2 നേതാക്കൾ. നിസ്സംശയം പറയും, ഇപ്പോൾ ജി സുധാകരൻ CPM അവിടുന്ന് വിടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഗൗരിയമ്മയുടെ ഒരു തുടർച്ച അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. അപ്പോൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും ആയിക്കോട്ടെ. അപ്പോൾ അത്തരത്തിൽ ജി സുധാകരനും തോമസ് ഐസക്കും അവിടെ ഇറങ്ങുമെന്ന് മത്സരിച്ചാൽ അത് 2 പ്രശ്നങ്ങളുണ്ട് അവിടെ. ഒന്ന്, പാർട്ടി ഈ 2 നേതാക്കൾ ആലപ്പുഴയിൽ മത്സരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഈ സംസ്ഥാനം ഉടനീളം. കാര്യം CPM വലിയ പരാജയ ഭീതി നേരിടാൻ പോകുന്നു. 2 പ്രമുഖ നേതാക്കൾ ആലപ്പുഴയിൽ മത്സരിക്കേണ്ട കാരണം ഇതല്ലേ? ആ ഒരു പ്രതീതി അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ നിലവിൽ യഥാർത്ഥത്തിലുള്ള പ്രതീതി തന്നെയാണ് വാർത്തയായിട്ട് വന്നത്. അതെ, നിലവില് അവിടെ നമ്മുടെ PP ചിത്തരഞ്ജൻ അവിടെ കഴിഞ്ഞ തവണ MLA ആയിട്ട് അവിടെ വന്നതേ ഉള്ളൂ. ആലപ്പുഴ നോർത്ത് സൗത്ത് എന്ന് പഴയ മാരാരിക്കുളം അമ്പലപ്പുഴ മണ്ഡലം ഇപ്പം അങ്ങനെയാണുള്ളത്. അപ്പോൾ ആലപ്പുഴ സൗത്തിൽ ഇപ്പോൾ PP ചിത്തരഞ്ജനാണുള്ളത്. ഫസ്റ്റ് ടേമിൽ MLA ആയിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ MLA ആളല്ല, ദീർഘകാലം രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. ആലപ്പുഴ നഗരസഭാ ചെയർമാനാണ്. CPM-ൻ്റെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ട്രേഡ് യൂണിയൻ രംഗത്തൊക്കെ വലിയ ആഴത്തിൽ പ്രവർത്തിക്കുന്ന. അപ്പം അദ്ദേഹത്തിന് ഒരു ടേം മാത്രം കൊടുത്തുകൊണ്ട് തോക്കുന്നെങ്കിൽ തോറ്റോട്ടെന്നേ, അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ വേറൊരാളെ പരിഗണിക്കുന്നു, ഐസക്കിനെ പിന്നീട് പറയുന്നു. അരൂർ മണ്ഡലത്തിൽ പരാജയ ഭീതിയുണ്ട്. ദലീമയും ഫസ്റ്റ് ടൈം MLA ആളാണ്. ഇപ്പൊ ദലീമ അവിടെ അവരുടെ പ്രവർത്തനം മോശമാണ്, അതുകൊണ്ട് ദലീമ നിന്നാൽ തോറ്റുപോകും. അതുകൊണ്ട് അവിടെ ഐസക്കിനെ നിർത്തണം. അതേപോലെ അമ്പലപ്പുഴ ഇപ്പോഴത്തെ ആലപ്പുഴ നോർത്ത് മണ്ഡലം H സലാമാണ് അവിടെ MLA. H സലാം നമുക്കറിയാം, DYFIയുടെ അവിടെ ജില്ലാ ഭാരവാഹിയായിട്ട് പ്രവർത്തനം വന്ന് ജി സുധാകരന്റെ ഒരു ശിഷ്യൻ, അല്ലെങ്കിൽ ജി സുധാകരൻ മണ്ഡലത്തിലില്ലാത്തപ്പോൾ ജി സുധാകരന്റെ സകലമാന കാര്യങ്ങളും ചാർട്ട് ചെയ്യുന്നതും ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അടക്കം ചെയ്തുകൊണ്ട് ജി സുധാകരന്റെ നിഴല് പോലെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ആ ഒരു ഒറ്റ പരിഗണന കൊണ്ട് മാത്രമാണ് സുധാകരന് കഴിഞ്ഞ തവണ അവിടെ സീറ്റ് വേണ്ടെന്ന് വെച്ചപ്പോൾ പകരം ആര്, ഒരുപക്ഷെ സുധാകരൻ തന്നെ സജസ്റ്റ് ചെയ്താവാം, അങ്ങനെ ആവാം. അല്ല, അതിൽ 2 വാദങ്ങളുണ്ട്. പോട്ടെ, അവിടെ H സലാം അവിടെ MLA ആകുന്നതും അതിൽ സുധാകരന് ഒരു പങ്കാളിത്തമാണ്. പക്ഷെ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാർത്ത വന്നിരുന്നു, ഈ H സലാമിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ജി സുധാകരൻ വലിയ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ പ്രചാരണ അന്വേഷണ കമ്മീഷൻ വന്ന സുധാകരന്റെ പരസ്യശാസന അടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്തോ ആയിക്കോട്ടെ, അവിടെ H സലാമിനെ പാർട്ടി പരിഗണിച്ചത് അത് സുധാകരന്റെ ഒരു കക്ഷിയായതുകൊണ്ട് തന്നെയാണ്. അവിടെ H സലാമിനെ മാറ്റിയിട്ട് പകരം സുധാകരനെ പ്രതിഷ്ഠിക്കണം. ഇങ്ങനെ ഒരു വാർത്ത
അതൊരു പ്ലാൻഡ് വാർത്തയാണ്. അല്ല, അത് പ്ലാന്റഡ് വാർത്ത. ഒരുപക്ഷെ ശരണ്യ സ്നേഹജനെ പോലെ റിപ്പോർട്ടർക്ക് കിട്ടിയ സോഴ്സ് അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണമല്ലോ. കാര്യം അങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് അന്ന് ആലോചിക്കണമല്ലോ. കാര്യം ആലപ്പുഴ പോലെ നമുക്കറിയാമല്ലോ, CPM-ന്റെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏറ്റവും വേരൂന്നി നിന്ന് ഏറ്റവും മോശം സാഹചര്യം. അവിടെ പരസ്യമായിട്ട് റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് ഈ സംസ്ഥാനത്തുടനീളം CPM-ന് VS പിണറായി പക്ഷമുണ്ടെന്ന് സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തീരുമാനം പാർട്ടി നടപ്പാക്കുന്നുണ്ടെങ്കിൽ അവിടെ CPM ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലുടനീളം പരാജയഭീതി നേരിടുന്നു. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രമുഖ നേതാക്കളെ അവരുടെ റിട്ടയർമെന്റ്, രാഷ്ട്രീയ വനവാസം എന്നൊക്കെ നേരത്തെ വാർത്തകൾ വന്ന 2 നേതാക്കളാണ്, അവരെ വീണ്ടും കളത്തിലിറക്കുന്നു. അപ്പൊ അത്ര ഒരു മണ്ടത്തരം CPM ചെയ്യുമോ? അപ്പോൾ അത് ആലോചന ഇല്ലാണ്ട് ഒരു വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വരുന്നു സുധാകരൻ പാർട്ടിയുടെ. എൻ്റെ ഒരു സംശയം, ഇങ്ങനൊരു വാർത്ത വരുമ്പോഴത്തേക്ക് അതെടുത്ത് കൊടുക്കാനും മാത്രം വാർത്താ പാരമ്പര്യം ഇല്ലാത്ത ആളൊന്നും അല്ലല്ലോ ആ റിപ്പോർട്ടർ. എത്ര വർഷമായിട്ട് ഈ മേഖല ജോലി എടുക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും പ്രായപരിധി കടന്നത് മൂലമാണ് സുധാകരൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകുന്നത്. അതേസമയം തോമസ് ഐസക് ഇപ്പോഴും CPM-ന് വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. അല്ല, പ്രായപരിധി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെയും CPM-ന് വേണമെങ്കിൽ ഇളവുകൾ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ശാഠ്യമല്ല പറഞ്ഞത്. പക്ഷെ ഒരാൾ ഒഴിവായിരിക്കുകയും മറ്റേയാൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ഇപ്പോഴും തുടരുകയും സംസ്ഥാനത്ത് വേറെ തരത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്ന അടക്കമുള്ള വിജ്ഞാന കേരളം പദ്ധതി അടക്കമുള്ളവ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തോമസ് ഐസക്കാണ്. അപ്പോൾ തോമസ് ഐസക്കിന് സാധ്യത കൽപ്പിക്കാതിരിക്കാം. പക്ഷേ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന ഒരാളെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വാർത്ത സൃഷ്ടിക്കാമെന്ന് വെച്ചാൽ ഞാനതിനെ കാണുന്നത് അത് മൊത്തത്തിലൊരു ഏച്ചുകെട്ടലുള്ള വാർത്തയാണ്. അത് എങ്ങനെ പോയാലും ഇത് മുഴച്ചു നിൽക്കും. കാരണം അതിന് ഈ പറയുന്ന എല്ലാ സാധ്യതയുണ്ട്. എച്ചലാം ഒരു തവണ ആയിട്ടുള്ളൂ, ചിത്രഞ്ജൻ ഒരു തവണ ആയിട്ടുള്ളൂ. അപ്പോൾ അവരെ ഒഴിവാക്കിയിട്ട് തലമുതിർന്ന നേതാക്കളെ കൊണ്ടുവന്നാൽ മാത്രമേ ഇവിടെ പിടിക്കാൻ കഴിയൂ. ആലപ്പുഴയും ദലീമയും. അപ്പം ഇവരെയൊക്കെ മാറ്റിയിട്ട് ഇന്ന ആളുകളെ കൊണ്ടുവന്നാലേ പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുമ്പോൾ തന്നെ അത് ആ ജില്ലയിൽ മാത്രമാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. അല്ല, ആ ജില്ലയ്ക്ക് പുറത്തേക്ക് ഇമ്പാക്റ്റ് പോകും. അപ്പം പല ജില്ലകളും റിട്ടയർമെന്റ് കഴിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഒരു മോഹം ഉദിച്ചു തുടങ്ങുകയാണ്. എന്നാൽ പിന്നെ ഒന്ന് മത്സരിച്ചാൽ എന്താ എന്ന് തോന്നുന്ന ഒരു സാധനത്തിലേക്കാണ് അത് പോകുന്നത്. അത് ചെയ്യുന്ന റിപ്പോർട്ടർക്ക് അറിവില്ലായിരിക്കും, പക്ഷെ ആ വാർത്തയുടെ അല്ല, ഈ വിഷയത്തിൽ ആലപ്പുഴയെ സംബന്ധിച്ച് ഈ കേവലം തോമസ് ഐസക് സുധാകരൻ മാത്രമല്ല, നേരത്തെ തന്നെ ഇപ്പോൾ പല ചാനലുകളും സർവേ പോലെയുള്ള സംഗതികൾ കൊണ്ടുവന്നിട്ട് ആലപ്പുഴയിൽ മൊത്തത്തിൽ CPM-ന് വലിയൊരു മേൽക്കോയ്മ ഉണ്ടാകാൻ സാധ്യതയില്ല. കാര്യം നിലവിൽ അവിടെ ഹരിപ്പാട് നമ്മുടെ രമേശ് ചെന്നിത്തല മാത്രമാണ് ഒരു UDF പ്രതിനിധി ഉള്ളത്. അപ്പോൾ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കായംകുളം CPM-ന് നഷ്ടപ്പെടും, കുട്ടനാട് നഷ്ടപ്പെടും, അരൂര് നഷ്ടപ്പെടും, ചേർത്തല 50-50 സാധ്യത. ഈ ഉറപ്പ് എന്ന് അവർക്ക് പറയാൻ സാധിക്കുന്ന ചെങ്ങന്നൂർ, സജി ചെറിയാൻ അവിടെ അനിഷേധ്യനായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി പിടിച്ചാൽ കിട്ടില്ല. സജി ചെറിയാനെ അവിടെ തോൽപ്പിക്കാൻ ഒരു രക്ഷയുമില്ല. ഒരു പക്ഷേ കുട്ടനാട്, ഈ പറയുന്നത് പോലെ കായംകുളം, അരൂര്, പിന്നെ ഈ ആലപ്പുഴ നോർത്ത് സൗത്ത് മണ്ഡലങ്ങൾ, ഇതിലൊക്കെ LDF-ന് ഒരു പോരായ്മ ഉണ്ടാകും എന്ന തരത്തിൽ നേരത്തെ തന്നെ പല സർവേകളുടെയും തെരഞ്ഞെടുപ്പ് നേരത്തെ പ്രീ പോൾ പോലെയുള്ള സർവേ പോലെയുള്ള സംഗതികൾ ഇപ്പോഴേ ചാനലുകൾ നടത്തുന്നു. ഇതിന്റെയൊക്കെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി ആകാം ഇത്തരത്തിലൊരു വാർത്ത അവിടെ പ്ലാൻ ചെയ്യപ്പെട്ടത്. പക്ഷെ വാർത്ത പ്ലാൻ ചെയ്യപ്പെടുമ്പോൾ എന്നുള്ള പ്രശ്നം അത് അവിടെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലെന്നുള്ളതാണ്. കാരണം ഇപ്പം ഞാൻ ന്യൂസ് 8 കാർഡാണല്ലോ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ന്യൂസ് 18 വാർത്ത സ്ഥിരീകരിച്ച് സുധാകരൻ. അപ്പൊ അതായത് അല്ല, സുധാകരൻ എനിക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതായത് സുധാകരൻ പാർട്ടി അംഗത്വത്തിന് പുറത്തേക്ക് അംഗത്വം പുതുക്കില്ല എന്നുള്ള വാർത്ത ഓൾറെഡി കൊടുത്ത് അങ്ങനെ വാർത്ത സ്ഥാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം വരുന്ന സാധനമാണ് അപ്പോഴത്തേക്ക് പോസ്റ്റ് വന്നു. അപ്പോഴത്തേക്ക് FB പോസ്റ്റ് വന്നു. FB പോസ്റ്റിൽ ഇതിനകത്ത് സമയം നോക്കിയാൽ നമുക്കറിയാം ഈ FB പോസ്റ്റ് ഇവർ നോക്കിയിരിക്കുകയായിരുന്നു. അതായത് 3 മിനിറ്റേ ആയുള്ളൂ. ഈ പോസ്റ്റ് ന്യൂസ് 8-ന്റെ കാർഡ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ന്യൂസ് 8-ന് വാർത്ത സ്ഥിരീകരിച്ച് സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കിയില്ലെന്ന് FB പോസ്റ്റ്. FB പോസ്റ്റ് ഭയങ്കര രസമാണ്. FB പോസ്റ്റ് വായിക്കേണ്ടത് തന്നെയാണ്. അത് അടുത്തേക്ക് വരാം. അതിനുശേഷം സുധാകരൻ CPM വിടുന്നു, പാർട്ടി അംഗത്വം പുതുക്കില്ലെന്ന് FB പോസ്റ്റ്. അതും ആ പഴയ ഇത് തന്നെ വെച്ചിട്ട് ഉള്ളൊരു കാർഡാണ്. അതായത് ഇന്നത്തെ എനിക്ക് തോന്നുന്നു വാർത്തയുടെ തുടക്കം എനിക്ക് തോന്നുന്നു ഈ ന്യൂസ് 8 നിന്നാണോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ വാർത്തകൾ കണ്ടില്ല. പക്ഷേ റിപ്പോർട്ടർ ചാനൽ കാണുമ്പോൾ റിപ്പോർട്ടർ ചാനലും ഈ വാർത്ത ഏറ്റെടുത്തു. ഒന്നാമത് പുറത്തു വിട്ടത് റിപ്പോർട്ടറാണെന്നാണ് പറയുന്നത്. അതായത് ഞാൻ വിശ്വസിക്കുന്നത് ഇത് സുധാകരനുമായോ
അല്ലെ സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്ന് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പത്ര ദൃശ്യ മാധ്യമ പദമുണ്ട്. അല്ല, ആ വൃത്തങ്ങൾ വരാൻ സാധ്യത, കാര്യം അദ്ദേഹം ശാരീരികമായ അവശതകൾ നേരിടുന്ന അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും തയ്യാറാക്കി കൊടുത്ത സംഗതി ആകാൻ. അതെ അതെ, അവിടെയാണ് ചില പെശകുകൾ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പം ജി സുധാകരൻ്റെ FB പോസ്റ്റ് എടുക്കാം. ജി സുധാകരൻ്റെ FB പോസ്റ്റിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, 2026 മെമ്പർഷിപ്പ് സ്കൂട്ടണി അംഗത്വം പുതുക്കാൻ ഞാൻ അപേക്ഷ കൊടുത്തില്ല, അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ല. 2022 സംസ്ഥാന സമിതിയിൽ നിന്നൊഴിവായി ആലപ്പുഴ DC കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. അതായത് ഇപ്പോൾ ഇതൊരു 4-5 മണിക്കൂറായി ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിട്ട്. അപ്പം ബ്രാഞ്ച് കമ്മിറ്റി എന്നൊരു പദപ്രയോഗം സാധാരണ CPM വാർത്ത കൈകാര്യം ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്ക് പറ്റുന്ന ഏറ്റവും പരമാബദ്ധങ്ങളിൽ ഒന്നാണ്. CPM ബ്രാഞ്ചേ ഉള്ളൂ, ബ്രാഞ്ച് കമ്മിറ്റി ഇല്ല. അങ്ങനെ കാരണം CPM അത് SFI രംഗത്തൂടെ വളർന്നു വന്ന വളരെ പ്രമുഖനായ ഒരു CPM നേതാവാണ്. CPM സംസ്ഥാന കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തവണത്തെ പാർട്ടി കോൺഗ്രസിൽ സംസ്ഥാന സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിൽ പിണറായി വിജയൻ നേരിട്ട് ചോദിക്കുന്നുണ്ട് ജി സുധാകരനോട് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കട്ടെ എന്ന്. അപ്പോൾ ജി സുധാകരനാണ് വേണ്ടെന്ന് പറയുന്നത്. കാരണം അത്രത്തോളം വലിയ നേതാവായിട്ട് വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ, അങ്ങനെ മന്ത്രിയായിരുന്ന, CPM സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, CPM ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടിരുന്ന, എത്രയോ വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഒരാൾ ഒരിക്കലും ഈ വിധത്തിൽ ആലപ്പുഴ DC കീഴിലുള്ള, DC എന്ന് വെച്ചാൽ ജില്ലാ കമ്മിറ്റി, അതൊക്കെ എഴുതിയേക്കുന്നത് കറക്റ്റാണ്, ആലപ്പുഴ DC കീഴിലുള്ള ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ്. ഇങ്ങനൊരു പദം ജി സുധാകരൻ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. ജി സുധാകരൻ എന്നല്ല, CPM സംഘടനാ മര്യാദ അറിയാവുന്ന ഒരാളും ബ്രാഞ്ച് കമ്മിറ്റി എന്ന പദപ്രയോഗം നടത്താറില്ല. അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു വാക്കാണ് CPM ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ളത്. ബ്രാഞ്ച് കമ്മിറ്റി എന്നൊരു പ്രയോഗം തന്നെ തെറ്റാണ്. അങ്ങനെ CPM സംഗതിയില്ല, CPM ബ്രാഞ്ച് മാത്രമേ ഉള്ളൂ. അത് മാധ്യമപ്രവർത്തകർ അറിവിലേക്കും പറയുകയാണ്, ഇത് കാണുന്ന പ്രേക്ഷകർ അറിവിലേക്കും പറയുകയാണ്. അപ്പോൾ തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ജി സുധാകരൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആണോ എന്നുള്ള സംശയം എനിക്കുണ്ട്. അറിഞ്ഞിട്ടുണ്ടാവണം, കണ്ടന്റ് അറിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ കണ്ടന്റിലെ വാക്കുകൾ, അക്ഷരങ്ങൾ എന്താണെന്ന് ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവണം നിർബന്ധമില്ല. അവിടെയാണ് ഈ സംശയം വരുന്നത്. അപ്പോൾ ന്യൂസ് 18 ഈ വാർത്തയിൽ അവകാശവാദം ഉന്നയിക്കുന്നു, റിപ്പോർട്ടർ ചാനൽ ഈ വാർത്തയിൽ അവകാശവാദം ഉന്നയിക്കുന്നു, ഇവരാണിത് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ഒരു ന്യൂസ് ലാബിൽ പരിശോധിച്ച പോലെ തന്നെ ജി സുധാകരനുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ വലിയ വാർത്തയ്ക്ക് സ്കോപ്പില്ല. കാരണം ജി സുധാകരൻ ഈ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിപ്പിച്ച് ഒരു സൈലന്റ് പാർട്ടി അംഗമായിട്ട് പാർട്ടിയുടെ എല്ലാ ബഹുമതികളും ഇത്രയും കാലം എല്ലാം അനുഭവിച്ചു. ഇനിയിപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് കാലമാണ്. പാർട്ടി ബ്രാഞ്ച് അംഗമായി തുടരുന്നപ്പം പാലുള്ളി അടക്കം എത്രയോ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു വെട്ടിനിരത്തപ്പെട്ടു പോയ ആളുകളല്ല ഇവരൊന്നും. ഇതൊക്കെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായി 75 വയസ്സല്ല 85 വയസ്സെന്നൊരു ഒരു പ്രായപരിധി കൊണ്ടുവരികയും ആ പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ അവർ ആ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ അവരുടെ പാർട്ടി ഘടകത്തിൽ തുടരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷേ ഇതിനെ ഒരു വാർത്തയാക്കി വളർത്തിക്കൊണ്ട് വന്നത് മാധ്യമങ്ങളുടെ മാത്രം സൃഷ്ടിയാണെന്നുള്ളതാണ് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പ്രായപരിധിയുടെ പ്രശ്നം ഉള്ളപ്പോൾ തന്നെയും അദ്ദേഹം മത്സര സന്നദ്ധത പാർട്ടി നേതൃത്വത്തിനോട് അറിയിച്ചു എന്നൊക്കെയാണ് വാർത്ത. അത് തെറ്റാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഏതെങ്കിലും ഒരു CPM എന്നുള്ളത് വിടുക, ലോകത്തൊരു കമ്മ്യൂണിസ്റ്റും അയാൾക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ ഈ പാർട്ടിയെ നയിച്ചോളാം എന്ന് പറയില്ല. അത് CPM പ്രത്യേകത കൊണ്ടോ അല്ല CPIയുടെ പ്രത്യേകത കൊണ്ടോ ഒന്നുമല്ല. അങ്ങനത്തെ പ്രത്യേകതയല്ല. ലോകത്തെല്ലായിടത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരുപോലെയാണ്, ഒരേ ഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഗസ വിഷയത്തിൽ അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം ഒരേ നിലപാട് വരുന്നതുകൊണ്ടാണ്. അത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ ഐഡിയോളജി കീഴിൽ അങ്ങനെയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് പ്രശ്നമുണ്ട്. ഈ താങ്കൾ മുമ്പോട്ട് വെച്ച ആലപ്പുഴക്കാരനായ പ്രേംലാൽ മുമ്പോട്ട് വെച്ച ജി സുധാകരൻ ആഗ്രഹത്തിനകത്ത് പ്രശ്നമുണ്ട്. ജി സുധാകരൻ അങ്ങനെ പറയാൻ കഴിയത്തില്ല. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ആളുകൾ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ജി സുധാകരനെ പോലെ വലിയ ജനകീയ പിന്തുണയുള്ള അദ്ദേഹം തീർച്ചയായിട്ടും അത് ഉള്ളത് തന്നെയാണ്, വാസ്തവമാണ്. എത്ര നിഷേധിച്ചെങ്കിലും അത് ഉള്ളതാണ്. സമ്മതിച്ചു. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമുണ്ടെങ്കിൽ, ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിന് എന്തുകൊണ്ട് പാർട്ടി ഇതുവരെ കൃത്യമായി അത് എടുത്തില്ല? സി സുധാകരൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടേണ്ട ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിക്കുന്നതിൽ പാർട്ടിക്ക് എവിടെയെങ്കിലും പാളിച്ചു പറ്റിയിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് സലാമിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 2021 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അത് ഭൂരിപക്ഷവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവിടെ ഈ പാർട്ടി പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും
ജി സുധാകരൻ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യം സംബന്ധിച്ചാണല്ലോ അന്വേഷണ കമ്മീഷൻ വരുന്നത്. കമ്മീഷൻ റിപ്പോർട്ട് വന്ന് കമ്മീഷൻ റിപ്പോർട്ട് അന്ന് പുള്ളി കേട്ടില്ലെന്ന് മറ്റേ പരാമർശം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിനുശേഷം നിരന്തരം CPM-ഉമായി ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ CPM-ഉമായി കലഹത്തിലേർപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ ജി സുധാകരനെ കാണുന്നത്. പ്രേംലാൽ തന്നെ ആലോചിച്ച് നോക്കുക, ജി സുധാകരൻ ഇപ്പോൾ എത്ര തവണ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വത്തിന് അലോസരമുണ്ടാക്കുന്ന എത്ര പ്രവൃത്തികൾ ജി സുധാകരൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിൽ ചില കവിതകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ തുറന്ന ഞാൻ 2 ഉദാഹരണങ്ങൾ കൂടി പറയാം. ഇപ്പോൾ കിഫ്ബി പദ്ധതികൾ, അപ്പോൾ അത് ഇപ്പോഴത്തെ പിണറായി സർക്കാർ അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളായിട്ടാണ് പറയുന്നത്. അപ്പം അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു, ഇപ്പോൾ റിയാസ് അത് ഭരിക്കുന്നു. അപ്പം അദ്ദേഹത്തിന് വലിയൊരു പരാതിയുണ്ട്, തൻ്റെ ക്രെഡിറ്റിൽ വന്ന പല പദ്ധതികളും അതിൻ്റെ ഒരു പിന്തുടർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്ക് കിട്ടുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴ AC റോഡ് നവീകരണം, അപ്പം അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന് പരാതി, ഇതിൻ്റെയൊക്കെ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ എന്നെ അറിയിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനങ്ങളിൽ എന്നെ അറിയിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ഏറ്റവും അവസാനം വന്ന ചില സംഗതികളാണ്. അപ്പം അതിൽ ഒരു മത്സ്യവകുപ്പിൻ്റെ ഒരു കെട്ടിടം, അപ്പോൾ അതിൻ്റെ ശിലാഫലകം അതിൽ മരാമത്ത് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ സ്ഥാപിച്ച ശിലാഫലകം അടർത്തി മാറ്റിയിട്ട് അതിൻ്റെ ഉദ്ഘാടനം അപ്പോൾ ഇത് ആലപ്പുഴയിലൊരു പതിവായി മാറുന്നു. അതായത് ഞാനായിട്ട് കൊണ്ടുവന്ന പല പദ്ധതിയുടെയും ക്രെഡിറ്റ് എൻ്റെ പേരടക്കം അവിടെ എൻ്റെ ആ ചരിത്രം ഇല്ലാതാക്കിയിട്ട് പുതിയ ചരിത്രം എഴുതപ്പെടും. അതേപോലെ ഇപ്പോൾ ഏറ്റവും സുപ്രധാന സംഗതിയാണ് അരൂരിലൊരു പാലം, പുതിയതായിട്ടൊരു പാലം അവിടെ ഉദ്ഘാടനം ചെയ്തു. ആ പാലത്തിൻ്റെ പേര് പാണാവള്ളി പാലം അങ്ങനെ എന്താണെന്ന് തോന്നുന്നു, പെരുമ്പളം പാലം, ക്ഷമിക്കണം, പെരുമ്പളം പാലം 100 കോടി മറ്റോ അനുമതി. ഈ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനം ഞാൻ പത്രദ്വാരയാണ് അറിഞ്ഞത് എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുകയാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് മുഹമ്മദ് റിയാസ് എന്നെ ഫോണിൽ ബന്ധപ്പെടുകയും ആ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എൻ്റെ ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് എനിക്കത് പങ്കെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം, അപ്പോൾ ക്ഷണിച്ചാലും പോകാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ പിന്നെ പത്രദ്വാര എനിക്ക് അറിഞ്ഞു എന്ന ആദ്യം ഒരു 2 ദിവസം മുമ്പേ പോസ്റ്റ് ഇടുക. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ അലോസരപ്പെടുന്നത്? എൻ്റെ ചോദ്യം അവിടെയാണ്, എൻ്റെ പോയിന്റ് വ്യൂ അവിടെയാണ്. എന്തിനാണ് ഇങ്ങനെ അലോസരപ്പെടുന്നത്? CPM പോലും പാർട്ടിക്കത് നടക്കുമോ ഇങ്ങനെ? ഞാൻ ചോദിക്കുന്നത് വേറെ പാർട്ടി, കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെ BJP ആയിക്കോട്ടെ, അതിനകത്ത് ഇതുപോലെ പുറത്തു പോകാം, വെല്ലുവിളിക്കാം. ഇപ്പം കരുണാകരനും മകനും കൂടെ പോയി വേറെ പാർട്ടി ഉണ്ടാക്കിയില്ലേ, കോൺഗ്രസിനെ മൊത്തത്തിൽ വെല്ലുവിളിച്ചില്ലേ, എന്നിട്ട് തിരിച്ചു വന്നില്ലേ? ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാം. പക്ഷേ CPM പോലും പാർട്ടിക്കകത്ത് നടപ്പുള്ള കാര്യമല്ല ഇത്. ഇങ്ങനെ നിരന്തരം നേതൃത്വത്തെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് എനിക്കിനകത്ത് ഏറ്റവും വശപ്പശകായി തോന്നിയൊരു സംഗതി, ഇന്നത്തെ പോസ്റ്റിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ കൂടിയാണ് പഴി പറയുന്നത്. അതിന് ഒരു 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 വീഡിയോയും കൊടുത്തിട്ടുണ്ട്. വീഡിയോ വെച്ചാൽ സെക്കൻഡ്സ് ഉള്ള മാത്രമുള്ള വീഡിയോ ആണ്. ഇപ്പോൾ തന്നെ അത് ഏതാണ്ട് 3 ലക്ഷം പേരോളം ഏതാണ്ട് കണ്ടു കഴിഞ്ഞു. അതിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് പരിഹാസ ചിരി ചിരിച്ചു എന്നുള്ളതാണ്. പരിഗണിക്കുന്നുണ്ടോ ചോദ്യത്തിന്? പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ പരിഗണിക്കണമായിരുന്നു. അത് അവിടെയല്ല പ്രശ്നം. ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം ഗോവിന്ദൻ മാഷ് പരിഹസിച്ച് ചിരിച്ചു എന്ന പ്രയോഗത്തിലാണ് എൻ്റെ പ്രശ്നം കിടക്കുന്നത്. അങ്ങനെ ചിരിച്ചിട്ടില്ല. നിങ്ങൾ ആ വീഡിയോ പരിശോധിച്ച് നോക്കും. ഈ പറയുന്ന ജി സുധാകരൻ തന്നെ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോയിൽ അങ്ങനൊരു പരിഹാസമില്ല. പക്ഷേ ആ വീഡിയോയിൽ 7 സെക്കൻഡ് മാത്രമുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പരിഹാസം വരുന്നത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ്. MV ഗോവിന്ദൻ്റെ വായിൽ നിന്നല്ല, മുഖത്തു നിന്നല്ല, ശരീരഭാഷയിൽ ആയിരിക്കാം. ചിലപ്പം അതിന് അയാൾ അർഹിച്ച മറുപടി ആയിരിക്കാം ലഭിച്ചിരിക്കുന്നത്. അതിൽ സന്തോഷവാനായി ചിരിച്ചതായിരിക്കാം. അല്ല ജി സുധാകരനെ കുറിച്ച് ചിലപ്പോൾ അവമതിപ്പുള്ള ഒരു മാധ്യമപ്രവർത്തനമായിരിക്കാം. X or Y അവിടെ ചിരി ഉണ്ടായിട്ടുണ്ട്. അപ്പം ചിരിക്കുമ്പം ചിരിക്കരുത് എന്ന് പറയേണ്ട ആവശ്യമൊന്നും MV ഗോവിന്ദനില്ല. MV ഗോവിന്ദനെ സംബന്ധിച്ച് ഒരു ചോദ്യത്തിന് ഉത്തരം നൽകി എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ 7 സെക്കൻഡ് മാത്രം ദൈർഘ്യം വരുന്നൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി കുറ്റം പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഏത് നിലയ്ക്കാണെങ്കിലും ഒരു പാർട്ടി ഘടനയോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് പറ്റിയ ജോലി ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പിന്നീട് അതിൻ്റെ റിപ്പോർട്ടിംഗ് കടന്നു പോയത് ഞാൻ കുറേ സമയം ശ്രദ്ധിച്ചിരുന്നു. റിപ്പോർട്ടർ ചാനലാണെങ്കിൽ റഹീസ് റഷീദ് റിപ്പോർട്ടിംഗ് എൻ്റെ എനിക്ക് ആലപ്പുഴക്കാരനായ മഹേഷ് മഹിപാൽ ഉണ്ട്. അപ്പോൾ പിന്നെ മീഡിയ വണ്ണായിരുന്നു. മീഡിയ വണ്ണ് സെയ്ഫ് സൈനുലാബ്ദീനാണ്. സെയ്ഫ് സൈനുലാബ്ദീൻ കുറച്ചുകൂടെ CPM ബീറ്റ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആളായതുകൊണ്ട് തിരുവനന്തപുരം, അപ്പം തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് കുറച്ച് ദഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ആലപ്പുഴയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് അതേസമയം തന്നെ ദഹിക്കുന്നതല്ല. കാരണം
ഈ വാർത്തക്കകത്തെല്ലാം ഒരു പ്ലാനിങ് ഉണ്ടെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം ഇതിൻ്റെ ടൈം ലൈൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്. കാരണം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരും, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാ വരുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് ന്യൂസ് 18 കാർഡിനകത്ത് 3 മിനിറ്റിനകത്ത് കാർഡ് എടുത്ത് വെച്ചിട്ട് കാർഡ് അടിക്കുന്നത്. അതുകൊണ്ടാണ് കാർഡ് അടിക്കുന്നതിന് എത്ര മിനിറ്റ് എങ്കിലും വേണ്ടി വരും മിനിമം? നല്ലൊരു ഗ്രാഫിക് ഡിസൈനർക്ക് ഒരു 1.5 മിനിറ്റോ 2 മിനിറ്റോ ഉണ്ടോ നേരത്തെ ചെയ്ത് വെച്ചാൽ, അതായത് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും, അതിലേക്ക് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് മാത്രം കയറ്റി വെക്കാനാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് വേണം ഒരു കാർഡ് ഇറക്കാവുന്നുള്ളതേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ പോസ്റ്റ് വരാൻ വേണ്ടി എല്ലപ്പോഴും 5 മിനിറ്റ് വിനിയോഗിച്ചോട്ടെ, എങ്കിൽ പോലും ഈ പോസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ആ റിപ്പോർട്ടർ അല്ലെങ്കിൽ ആ വാർത്താ സംഘം അല്ലെങ്കിൽ ആ ന്യൂസ് ചാനൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് 3 മിനിറ്റ് എന്നുള്ളത്. അത് സാധാരണ മനുഷ്യന്മാർ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നമ്മൾ ഈ ജോലി എടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പം പിന്നെ അതുപോലെ തന്നെ റേസിൻ്റെ റിപ്പോർട്ടിങ്ങും ഈ കുറച്ച് മയപ്പെടുത്തിയ റിപ്പോർട്ടിങ്, അത് ആലപ്പുഴയിൽ നിന്നുള്ള പൂർണ്ണ വിവരങ്ങൾ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലാവാം, കുറച്ച് മയപ്പെടുത്തിയ റിപ്പോർട്ടിംഗ് ആയിരുന്നു. പിന്നെ ഇന്ന് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ടായിരുന്നു. പാർട്ടി CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി അടക്കം മുഖ്യമന്ത്രി അടക്കം ഗോവിന്ദ മാഷ് അടക്കം പങ്കെടുക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഉണ്ടായിരുന്നു. അതിനുശേഷം മന്ത്രിമാർ ഇറങ്ങി വരുന്നുണ്ട്, ഇതിനകത്ത് നേതാക്കന്മാർ ഇറങ്ങി വരുന്നുണ്ട്. പ്രതികരിക്കാൻ തയ്യാറായത് കുറച്ചു നേരമെങ്കിലും ഒന്ന് സൗമനസ്യത്തോടെ നിന്നു കൊടുത്തത് EP ജയരാജൻ മാത്രമേ ഉള്ളൂ. EP ജയരാജൻ ശരിക്കും ഇതിൻ്റെ കഥ ശരിക്കും അറിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ EP ജയരാജൻ തറപ്പിച്ച് പറയുന്നുണ്ട്, ഈ സുധാകരൻ അങ്ങനെ പറയത്തില്ല, വിദ്യാർത്ഥി സംഘടനാ കാലം തൊട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ആളല്ലേ, ഈ സുധാകരൻ അങ്ങനെ അതും പറയുന്നുണ്ട്. അതും പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നല്ലേ, ഒരിക്കലും അയാളുടെ ഭാഗത്ത് അങ്ങനെ സംസാരം ഉണ്ടാകത്തില്ല. പിന്നെ ആലപ്പുഴക്കാരനായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി മെമ്പർ മന്ത്രി സൈചറിയാൻ വരുന്നു. സൈചറിയാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് ശരിക്കും പഠിച്ചിട്ടില്ല, ഞങ്ങൾ കമ്മിറ്റിക്കകത്തായിരുന്നു, സെക്രട്ടറി യോഗത്തിനകത്തായിരുന്നു. പിന്നെ എനിക്ക് ശൈല ടീച്ചർ വന്നു. ശൈല ടീച്ചറോട് ചോദിച്ചു, ശൈല ടീച്ചർ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഞാൻ കമ്മിറ്റി കഴിഞ്ഞ് വരുന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ നേതാക്കന്മാരൊക്കെ പുറകെ പോയെങ്കിലും ആരും കാര്യമായ പ്രതികരണം ആ വിഷയത്തിൽ നടത്തിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് പ്രേംലാൽ ഈ പറഞ്ഞ ഇത് വാർത്ത പ്ലാൻ ചെയ്യാൻ ഞാൻ ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ ന്യൂസ് 18 ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ മീഡിയ 1 ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ റിപ്പോർട്ടർ ആയിക്കോട്ടെ, ഇത് കൃത്യമായി ആലപ്പുഴയിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഈ സമയത്ത് വരും എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ, ഫസ്റ്റ് ഓൺ മീഡിയ 1, ഫസ്റ്റ് ഓൺ ന്യൂസ് 18 കൊടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ്, ഫസ്റ്റ് ഓൺ കിട്ടിയോണ്ടാണ്. പക്ഷേ അതിന് മറ്റൊരു സാധ്യതയും കൂടിയുണ്ട്. ഇപ്പോൾ സുധാകരന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടീം ഉണ്ടാവും, ഇപ്പോൾ PR ടീം എന്ന് വേണമെങ്കിൽ പറഞ്ഞു. അവർ കൃത്യമായി ഈ കാര്യം നേരത്തെ തന്നെ കൺവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പോസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാവുന്നേ ഉള്ളൂ. അത് സാധ്യമാണ്. ഇന്നത്തെ കാലത്ത് മാധ്യമപ്രവർത്തനത്തിൽ പലർക്കും പല സോഴ്സുകളുണ്ടാവും, അതാണ് വെളിപ്പെടുത്തേണ്ട കാര്യവുമില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഗൗരവതരമായ സംഗതി അതല്ല. നാളെ സുധാകരൻ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വരുന്ന സംഗതി അതാണ് കുറച്ചുകൂടി ഗൗരവമുള്ളത്. ഈ പറയുന്ന പഴയ അമ്പലപ്പുഴ മണ്ഡലം, അതായത് ആലപ്പുഴ നോർത്ത് മണ്ഡലം, സൗത്ത് മണ്ഡലം, അവിടെ UDF സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയില്ല. അവിടെ പകരം സുധാകരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നാളെ നടക്കാൻ പോകുന്നത്. സുധാകരൻ അവിടെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും, UDF പിന്തുണ കൊടുക്കും എന്ന രീതിയിൽ വരുന്നു. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആലപ്പുഴയ്ക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്. അവിടെ ഗൗരിയമ്മയെ സൃഷ്ടിച്ച നാടാണ്. ഗൗരിയമ്മ CPM വിമത പ്രവർത്തനം നടത്തി പാർട്ടിയിൽ നിന്ന് പോയതാണ്. അവിടെ VS മരിക്കുന്നത് വരെ CPM കാരനാണെങ്കിലും അവിടെ പ്രതിപക്ഷ ശബ്ദമായിട്ട് നിന്ന ഒരാളാണ്. അതിൻ്റെ ഒരു തുടർച്ച സുധാകരനിൽ ഉണ്ടാവുകയാണ്. എനിക്കൊരിക്കലും അങ്ങനെ വിലയിരുത്താനേ കഴിയത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് ഗൗരിയമ്മ പോയി, വലിയ ചലനമുണ്ടായി, CPM എന്ന് പലരും കൂടെ പോയി, JSS എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി. അവസാനം CPM താവളത്തിൽ തന്നെ, CPM ലാവണത്തിൽ തന്നെ, അല്ല CPM തന്നെ ഗൗരിയമ്മയെ സ്വീകരിക്കുന്നില്ല. ഗൗരിയമ്മയെ പാർട്ടിയിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരു സുധാകരൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MV രാഘവൻ കണ്ണൂർ സിംഹമല്ലേ, പാർട്ടി പുറത്താക്കപ്പെടുന്നു. എന്ത് സംഭവിച്ചു? പാർട്ടി പതാകയും പുതച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അതായത് ഇവരൊക്കെ പോയിട്ടും ഈ പാർട്ടിക്ക് കാര്യമായ ക്ഷീണം ഉണ്ടായിട്ടില്ല. നേതാക്കന്മാർ ആവർത്തിച്ച് പ്രസംഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു വന്ന വഴിക്ക് പിണറായി വിജയൻ മോഹൻലാൽ നമ്മുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടില്ല, ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ പിണറായി വിജയൻ പറയാൻ പോകുന്ന ഉത്തരം എന്താണെന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് ആ ഇൻ്റർവ്യൂ കാണേണ്ട കാര്യമേ ഇല്ല, ഞാൻ ഇനിയും കാണണമെന്ന് നിർബന്ധമില്ല. കാരണം പറയാൻ പോകുന്ന ഉത്തരം കൃത്യം പാർട്ടി അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും. അതായത് ഞാനിപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇത് പാർട്ടി ഭരണഘടനയാണ്. ഇതനുസരിച്ച് പിണറായി വിജയൻ വർത്തമാനം പറയുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂവിനകത്തൊരു പ്രത്യേകിച്ച് ഒരു താല്പര്യം തോന്നിയില്ല. കാരണം പിണറായി വിജയൻ പറയാൻ പോകുന്ന ഷാർപ്പ് പാർട്ടി ലൈൻ വിട്ടൊരു വാക്ക് പറയത്തില്ല, അതുറപ്പുണ്ട്. അപ്പം VS സൃഷ്ടിച്ച നാടാണ് ആലപ്പുഴ എന്ന് പറഞ്ഞത്. VS അവസാനം
സ്വന്തം കൈവെള്ളയിൽ പാർട്ടി കൈ കൊണ്ട് നടന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ. 1995 കൊല്ലം സംസ്ഥാന സമ്മേളനം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എതിരാളികളെല്ലാം വെട്ടി നിലംപരിശാക്കിയ മനുഷ്യനാണ്. പക്ഷേ ആ പാർട്ടി വി എസിന് കയ്യിൽ നിന്ന് പോയില്ല. പിന്നെ പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിയിട്ട് പോലും ഒരു നടപടി എടുത്തില്ല വി എസിനെതിരെ. ഞാൻ പറഞ്ഞത് ആ വി എസ് ഒക്കെ പിന്നെ വി എസ് ഒക്കെ അപ്രസക്തരായിപ്പോയി. ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയുടെ ഇടഞ്ഞു നിന്നവരൊക്കെ അപ്രസക്തരായിപ്പോയി ചരിത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഷൊർണൂർ MR മുരളി അല്ലേ, പാർട്ടി വിട്ടുപോയി. അവിടെ ജനകീയ വികസന സമിതിയോ മറ്റോ ഉണ്ടാക്കി പോയി. ആ സമയത്ത് കുറച്ച് കോലാഹലമൊക്കെ സൃഷ്ടിച്ചു, വാർത്തയൊക്കെ സൃഷ്ടിച്ചു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. തിരിച്ച് CPM-ലേക്ക് വന്നു. എനിക്കൊന്ന് CPM-ന് എന്തോ പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ എത്ര ആളുകൾ. അപ്പം ഉദാഹരണത്തിന് വി എസിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഈ പാർട്ടി പിളരുമെന്നുള്ള അഭ്യൂഹങ്ങൾ നമ്മൾ ഈ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ എത്രയോ ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനെപ്പോഴും ഒരു എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ഞാനെപ്പോഴൊരു പിണറായിയെ വ്യത്യസ്തമായി കാണുന്നത് തന്നെ, ആ കാഴ്ചപ്പാട് കാണുന്നത് തന്നെ പിണറായി എടുത്ത നിലപാടുകൾ അന്നും ഇന്നും ഒരേപോലെ പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ വി എസിനെയും കാണുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി വിടും അണികൾക്കെല്ലാം അത്യാവശ്യം നൽകി CPM-ൻ്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളിലേക്കും ഇത് രണ്ടാവാൻ പോകുന്നുള്ള മെസ്സേജ് പല ആവർത്തി ചെന്നിട്ടുണ്ട്. പക്ഷെ പാർട്ടി വിടർത്തി പുറത്തു പോകാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറായോ? ഇല്ല. എന്തുകൊണ്ട് തയ്യാറായില്ല? പോയാൽ തീർന്നു. CPM-ന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ പോയാലും ശരി, CPM-ന്ന് പോയാൽ പിന്നെ പിണറായി വിജയൻ പോയാലും ബിഗ് സീറോയാണ്, ഗൗരിയമ്മ പോയാലും ബിഗ് സീറോയാണ്, ആര് പോയാലും ബിഗ് സീറോയാണ്. അത് ആ പാർട്ടിക്കറിയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഉദാഹരണം പറയാം. PV അൻവർ സർക്കാരിനെതിരായിട്ട് ഡയറക്റ്റ് അല്ലെങ്കിലും പോലീസിനെതിരായിട്ടൊക്കെയുള്ള വലിയ വിമർശനം അഴിച്ചുവിടുന്നു. ഈ സൈബർ രംഗത്തുള്ള ഈ സൈബർ കമ്മികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന തേനീച്ചക്കൂട്ടം, ആ കൂട്ടം കടന്നൽ കൂട്ടം കംപ്ലീറ്റ് ഇയാളുടെ ബാക്കിൽ അണിനിരുന്നു PV അൻവറിൻ്റെ കൂടെ. അപ്പോൾ PV അൻവർ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടം കഴിഞ്ഞ് പാർട്ടിക്കെതിരായിട്ടുള്ള പോക്കായിട്ട് പോയി. അപ്പോൾ ഡൽഹിയിൽ വെച്ച് MV ഗോവിന്ദൻ മാസ്റ്ററെ ഒരു വാർത്താ സമ്മേളനമാണ്, പാർട്ടി അണികൾ വിട്ടു നിൽക്കണം, അൻവറിനെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. ആ നിമിഷം ഒരു സ്വിച്ച് ഇട്ട പോലെ ഈ പറയുന്ന സൈബർ രംഗത്തെ മുഴുവൻ ആളുകളും ഒറ്റ നിമിഷം കൊണ്ട് PV അൻവറിൻ്റെ പിന്നിൽ നിന്ന് അണിനിരുന്നവർ മുഴുവൻ ആണിയിൽ നിന്ന് മാറി നിന്നു. PV അൻവർ എതിർക്കാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ സംഘടനാ സംവിധാനം. ഇപ്പം ഏത് ആളായാലും ശരി, എത്ര വലിയ ആളായാലും ശരി, CPM പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ഈ ജനസഞ്ചയത്തിൻ്റെ പാർട്ടിയാണല്ലോ. അല്ലാതെ ഒരു 2-3 പേരോ വെച്ച് സംഘടിപ്പിക്കുന്ന ഒരു ചെറിയ RSP പോലും സംവിധാനമല്ല ഇത്. ഇത് പാർട്ടി കോൺഗ്രസ് ചെയ്യരുത്. ഇപ്പം നമ്മൾ പറയുന്ന സ്കൂട്ടണി ഇപ്പോൾ CPM-ൻ്റെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളൊന്നാണ്. എല്ലാ വർഷവും മാർച്ച് മാസം നടക്കുന്ന സ്കൂട്ടണി വെച്ചാൽ ബ്രാഞ്ച് തലത്തിലുള്ള ആളുകളെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെയുള്ള സംശയമൊക്കെ വരുന്നത്. ബ്രാഞ്ച് തലത്തിലുള്ള ആളുകളെ പുതിയ ആളുകളെ കണ്ടെത്തുക, പിന്നെ ആ സ്കൂട്ടർ നടത്തി ആരെങ്കിലും ഒഴിവാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതായത് ഒരാളുടെ നമ്മൾ ഈ അപ്രൈസൽ ഫോം നമ്മൾ ഫില്ല് ചെയ്യില്ല നമ്മൾ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോഴത്തേക്ക് എന്ന് പറയുന്ന പോലെ അയാൾ എന്ത് ജോലി ചെയ്തു എന്ന് പരിശോധിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് CPM-നെ സംബന്ധിച്ച് പാർട്ടി ബ്രാഞ്ചിൽ നടക്കുന്ന സ്കൂട്ടണി എന്ന് പറയുന്ന സാധനം. ഈ സ്കൂട്ടണിയിൽ പങ്കെടുക്കാതെ ലെവി അടക്കത്തില്ല, വരിസംഖ്യ അടക്കത്തില്ല എന്ന് പറഞ്ഞ് പരസ്യമായി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് വകുപ്പ് 4 അംഗത്വം 1 പാർട്ടിയുടെ ഭരണഘടനയും പരിപാടിയും അംഗീകരിക്കുകയും ഏതെങ്കിലും ഒരു പാർട്ടി സംഘടനയിൽ പ്രവർത്തിക്കാനും കൃത്യമായി അംഗവരിയും ലെവിയും നൽകാനും പാർട്ടി തീരുമാനങ്ങൾ നടപ്പിലാക്കാനും സന്നദ്ധനാകുകയും ചെയ്യുന്ന 18 കൂടുതലോ വയസ്സായ ഏത് ഇന്ത്യൻ പൗരനും പാർട്ടി അംഗത്വത്തിന് അർഹരാണ്. അതായത് വകുപ്പ് 4 അംഗത്വം എന്ന് പറഞ്ഞ ഭാഗം തന്നെ അത് തന്നെ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പാർട്ടി പ്രതിജ്ഞ, അത് വകുപ്പ് 5 പാർട്ടി പ്രതിജ്ഞയാണ് ഭരണഘടനയെ പറഞ്ഞത്, അത് നിലവിൽ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ പാർട്ടിയെ നയിക്കുന്ന പാർട്ടി ഭരണഘടന പ്രകാരമുള്ള അച്ചടക്കം പാലിക്കുക, പാർട്ടി ഭരണഘടനയെ മാനിക്കുക, ഈ തൊഴിലാളി വർഗ സാർവദേശത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് പെരുമാറുക തുടങ്ങി ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഇപ്പം ഈ പറഞ്ഞ ചെറിയ പുസ്തകമാണ് CPM-ൻ്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഇത് ഞാനൊരു CPM ബീറ്റ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് നോക്കുന്നുണ്ടാണ് ഞാനിത് വാങ്ങി വെച്ചത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ജീസുദാൻ ലംഘിച്ചു കഴിഞ്ഞു. ഇവിടെ മറ്റൊരു സംഗതി കൂടിയുണ്ട്. നമ്മളിപ്പോൾ CPM-നെ കുറിച്ചും മൊത്തത്തിൽ പറയുമ്പോൾ ഈ സമീപകാല, അതായത് ഇപ്പം നമ്മുടെ VS അച്യുതാനന്ദൻ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അപ്പം അതിനു മുമ്പ് വരെ നമ്മൾ CPM-നെ കുറിച്ച് പറയുമ്പോൾ പറയാതെ പോകാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു VS പിണറായി പക്ഷം.
അപ്പോൾ പിണറായി പക്ഷം ഔദ്യോഗിക പക്ഷം എന്നറിയപ്പെട്ടു, മറ്റൊരു വിമതപക്ഷം എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടു. പക്ഷെ ആലപ്പുഴയിൽ ഈ ഔദ്യോഗിക പക്ഷം തന്നെ രണ്ട് പക്ഷമായിട്ട് അവിടെ മാറി. അവിടെ ജി സുധാകരൻ പക്ഷവും ഐസക് പക്ഷവും. അതിൽ ജി സുധാകരൻ പക്ഷത്തിന് അവിടെ അനിഷേധ്യമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ജി സുധാകരൻ പറയുന്നതിനപ്പുറം ആലപ്പുഴയിൽ ഒന്നും നടന്നിരുന്നില്ല. അതിനോട് ഫൈറ്റ് ചെയ്തിരുന്ന ഒരാൾ മാത്രമാണ് അവിടെ തോമസ് ഐസക്. അവിടെ പ്രതിഭാഹരി എന്ന് പറയുന്ന MLA സൃഷ്ടിക്കുന്നതിലും സജി ചെറിയാനെ ജില്ലാ സെക്രട്ടറി ആക്കുന്നതും പിന്നീട് MLA മന്ത്രിയാക്കുന്നതിലൊക്കെ കാര്യമായ പങ്കുവഹിച്ച ഒരാൾ കൂടിയാണ്. ഈ പറയുന്ന H സലാമായാലും ശരി, PP ചിത്തരഞ്ജനായാലും ശരി, സുധാകരന്റെ അനുയായികളായിരുന്നു ഒരു ഘട്ടത്തിൽ. അങ്ങനെയുള്ള സുധാകരന്റെ ഒരു ഡൗൺഫാൾ ഉണ്ടല്ലോ, അത്ര അനിഷേധ്യനായി നിന്ന ഒരാള് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു പതനത്തിലേക്ക് എത്തുന്നത്? ശരിക്കും പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഈ പ്രായപരിധി വെച്ചുകൊണ്ട് ഒഴിവാതോടുകൂടി തൻ്റെ എല്ലാം അസ്തമിച്ചു, ഇനി അവശേഷിക്കുന്നില്ല, താൻ CPM അനഭിമതനായി പോകണമെന്നുള്ള സ്വയം തോന്നലുകളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ പുതിയ തലമുറ വരികയല്ലേ നീ? ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ എല്ലാ കാലത്തും മാധ്യമപ്രവർത്തനം തുടരുമോ? അല്ല, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനും. അടുത്ത ടൈമിലേക്ക് ഒരു ക്യാമ്പയിനിലേക്ക് പോകുമ്പോൾ പിണറായി ഒഴിച്ചുള്ള പ്രമുഖ മുഖങ്ങളെ എല്ലാം മാറ്റി നിർത്തുന്നു. അപ്പോൾ വ്യാഖ്യാനങ്ങൾ വന്നത് എനിക്ക് ശേഷം പ്രളയം എന്ന തരത്തിൽ പിണറായി ചിന്തിക്കുന്നു, പിണറായി വിജയൻ മാത്രം മതി, ഒരു രണ്ടാം നിര വേണ്ട. മുഹമ്മദ് റിയാസിനെ പോലെ ഇപ്പോൾ പിന്നീട് മരുമകനായി അദ്ദേഹത്തിന് നിർണായക വകുപ്പ് കൊടുക്കുന്നു, പൊതുമരാമത്ത് വകുപ്പ് കൊടുക്കും. അപ്പൊ അങ്ങനെ ഇത് മൊത്തത്തിൽ അങ്ങ് പിണറായി ഹൈജാക്ക് ചെയ്തു. ആ ഒരു മോഹഭംഗം സുധാകരനെ പോലെയുള്ള സീനിയർ നേതാക്കൾക്ക് ബാധിച്ചു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ പറയുമ്പം വ്യക്തിപരമായി എടുക്കരുത്. ഇപ്പം ഞാൻ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തനം നടന്ന ഒരാളാണ്. ഏതാണ്ട് അതേപോലെ തന്നെ ഉള്ള കാലഘട്ടത്തിൽ താങ്കളും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നൊരു നരേറ്റീവ് ഉണ്ട്, പിണറായി വിജയനാണ് പാർട്ടി. സത്യം പറഞ്ഞാൽ അതൊരു ഫേക്ക് നരേറ്റീവാണ്. പിണറായി വിജയനാണ് പാർട്ടി എന്ന് പിണറായിന് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞത് VS പിണറായി വിഭാഗീയത ഉണ്ടായിരുന്നുള്ളത് വസ്തുതയാണ്. അത് പാർട്ടി തന്നെ, അത് പാർട്ടിയുടെ സർക്കുലറിലുള്ള കാര്യമാണ്. അത് കണ്ടെത്തപ്പെട്ടതാണ്, അതിലുണ്ടായിരുന്നതാണ്, അത് വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് പിണറായി വിജയൻ ആവുന്നില്ല പാർട്ടി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കാണുന്നില്ല, അല്ലെ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ പിണറായി വിജയനോട് ഇഷ്ടമുള്ള ഒരാളെന്ന നിലയ്ക്ക് ഞാനത് കാണേണ്ടതാണ്. പക്ഷെ എനിക്ക് കാണാൻ തോന്നാത്തതിന് കാരണം എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എനിക്കറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഭയങ്കരമായ ശരികേടുണ്ട് പാർട്ടിക്കകത്ത്. എപ്പോഴും ഇപ്പം സമയം ചിലപ്പോൾ അതിയായി പോകുന്നുണ്ട് ഞാൻ പറയാം. ഇപ്പം എൻ്റെ നാട്ടിൽ, നിങ്ങളുടെ ജില്ലയോട് ചേർന്നാണ് എൻ്റെ നാട്, അന്ന് പത്തനംതിട്ട കുന്നന്താനം. അപ്പം എൻ്റെ നാട്ടിലൊരു ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്ന PM കുഞ്ഞമ്പായി എന്ന് പറഞ്ഞ സഖാവ്. PM കുഞ്ഞമ്പായി അവിടെ പാർട്ടി അന്നത്തെ കാലത്തായി ഈ 64 പാർട്ടി വളർന്നു, CPM ഉണ്ടായി. അതിനുശേഷം പാർട്ടി സംഘടന കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ TK രാഘവൻ പിള്ള എന്ന് പറയുന്ന ഒരാളെ കണ്ടെത്തുകയാണ്. മണിച്ചേട്ടൻ എന്ന് പറയും. ആ മണിപ്പിള്ള അല്ലെ മണിച്ചേട്ടൻ എന്ന് പറയും. മണിച്ചേട്ടനാണ് പിന്നീട് കുഞ്ഞമ്പായ്ക്ക് ശേഷം പാർട്ടി വരുന്നത്. അങ്ങനെ ഒരു തലമുറ അടുത്ത തലമുറ കണ്ടെത്തി തന്നെയാണ് ഈ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഒരാളുടെ ഒരു കപ്പാസിറ്റിയാണ്. അടുത്തൊരു ക്വാളിറ്റി ഉള്ള അടുത്തൊരു നേതൃത്വത്തെ കണ്ടെത്തുന്നതും ഒരാളുടെ കപ്പാസിറ്റിയാണ്. അപ്പം അങ്ങനെ കൊണ്ടുവന്നു താൻ ഇത്രയും പ്രതിഭകളെ ഈ പാർട്ടിക്ക് സമ്മാനിച്ചു എന്ന് സ്വയം ആശ്വസിക്കുകയും അഭിമാനിക്കുകയും അതിൽ അവരുടെ ഒരു ലീഡറായിട്ട്, അങ്ങനെ അതിന് പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ ആവണം നിർബന്ധമൊന്നുമില്ല. ഇവരെ കാണും, ഇവർക്ക് എത്ര കാലം കഴിഞ്ഞാലും H സലാമിനും ഒക്കെ മുകളിലാണല്ലോ ജി സുധാകരൻ, ആണല്ലോ, അത് സംശയമില്ലല്ലോ. എത്ര കാലം കഴിഞ്ഞാലും ഈ വളർത്തിക്കൊണ്ടുവന്ന PP ചിത്തരഞ്ജൻ്റെ ആവട്ടെ അല്ലെങ്കിൽ H സലാമിൻ്റെ ആവട്ടെ, ഈ ആളുകളുടെയൊക്കെ മുകളിലാണ് ജി സുധാകരൻ. അത് സ്വയം ബോധ്യപ്പെടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ അപകടത്തിലേക്ക് ഈ മാധ്യമപ്രവർത്തകരെ വിളിച്ച് കൂടെ നിൽക്കുന്നവർ ഇമാതിരി വാർത്ത കൊടുത്ത് രാവിലെ തൊട്ട് CPM പോലെ പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. അതുകൊണ്ടാണ്, അവിടെയാണ് എൻ്റെ പ്രശ്നം. നമ്മൾ ഈ വിഷയം ന്യൂസ് ലാബ് കൈകാര്യം ചെയ്യാൻ എടുക്കുന്നത് തന്നെ ഇതെങ്ങനെ വാർത്തയായി പരിണമിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ ചാനലുകളുടെ, ഇവിടെ വെച്ചിരിക്കുന്ന മുഴുവൻ ചാനലുകളുടെയും, അതിപ്പം ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, മനോരമ ആയിക്കോട്ടെ, മീഡിയ വൺ ആയിക്കോട്ടെ, റിപ്പോർട്ടർ ആയിക്കോട്ടെ, പുതുതായിട്ട് വന്ന ബിഗ് ന്യൂസ് ആയിക്കോട്ടെ, ബിഗ് TV, എല്ലാത്തിനകത്തും ഹെഡ്ലൈൻ വരുന്നത് ജി സുധാകരനാണ്. എങ്ങനെ ഹെഡ്ലൈൻ വരുന്നു?
ആ വാർത്ത ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ആ വാർത്ത കൃത്യമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത വാർത്ത മാത്രമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിങ്ങനെ അവസാനിക്കില്ലായിരുന്നു ഈ വാർത്ത, അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഈ വാർത്ത ഡെവലപ്പ് ചെയ്യപ്പെടത്തില്ലായിരുന്നു. കാരണം ഊഹത്തിൽ നിന്ന് പാർട്ടി അംഗത്വം പുതുക്കത്തില്ല എന്നൊരു ഊഹത്തിൽ നിന്നാണ് ഈ വാർത്ത തുടങ്ങുന്നത്. അതിനുശേഷം 3 മിനിറ്റ് കഴിഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചിട്ടാണ് അടുത്ത കാർഡ് വരുന്നത്. ഇത് ഈ ന്യൂസ് 18 പറഞ്ഞതിനൊപ്പം തന്നെ റിപ്പോർട്ടർ ചാനലും പറയുന്നുണ്ട് ഞങ്ങൾ കൊണ്ടുവന്ന വാർത്തയാണിത്. കാരണം എല്ലാവരും ഒരുപോലെ അവകാശപ്പെടണം, എല്ലാവരുടെയും വാർത്തയാണിത്. അങ്ങനെ കൊണ്ടുവന്നൊരു വാർത്ത ആണ് ഈ പറയുന്ന ജി സുധാകരൻ CPM അംഗത്വം പുതുക്കത്തില്ല. ചിലപ്പോൾ ഇനി എന്തെങ്കിലും ചർച്ച എനിക്ക് തോന്നുന്നില്ല. സാധാരണ അത് CPMനകത്ത് കേട്ടുകേൾവിയുള്ള കാര്യമല്ല. ഇങ്ങനെ ചർച്ച നടത്തിയിട്ട് ഇപ്പോൾ പോട്ട പോലെ എല്ലാം സമാധാനിക്കും, നീ ഒന്ന് വിഷമിക്കാതിരിക്കുക, ഇതിനൊക്കെല്ലാം തരാം എന്ന് പറയുന്ന രീതി CPM സാധാരണയില്ല. ഇങ്ങനെ പാർട്ടിയെ വെല്ലുവിളിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകളൊക്കെ തഴയപ്പെട്ടു പോയ ചരിത്രമേ ഉള്ളൂ. ഇനി ജി സുധാകരൻ്റെ കാര്യത്തിൽ മറിച്ചെന്നൊരു സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ഈ വാർത്ത എന്ന് പറയുന്നത് ഇത് ജി സുധാകരനെ ആരോ കൊണ്ട് കുഴി ചാടിക്കാൻ വേണ്ടി അറിവില്ലാത്ത ഏതോ പൈതങ്ങൾ കാണിക്കുന്ന പണിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് ഇനി മാധ്യമപ്രവർത്തകർക്ക് പങ്കുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ അന്വേഷിച്ചാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്നെ നേതാക്കന്മാർ വന്ന് കണ്ടില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് പെരുമാറുക, അങ്ങനെ തുടങ്ങി ബാലിശമായ ഷാഢ്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ കൂടി തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ്, കുറച്ച് മാർക്സിയൻ ചിന്താഗതിക്കാരൻ എന്ന ഒരു ലെവലിൽ നിന്ന് ജി സുധാകരൻ പുറത്തു പോയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂസ് ലാബ് എന്ന ഈ എപ്പിസോഡ് ഞാൻ പരിശോധിച്ചുറപ്പിക്കുന്നത് ഈ വാർത്ത ആലപ്പുഴയിൽ നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചേർന്ന് വളരെ വൃത്തിയായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്താണെന്ന് വിശ്വസിപ്പിക്കുന്നു. ന്യൂസ് ലാബ് അവസാനിക്കുന്നു. നമസ്കാരം.